ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗത്തിന്റെ സമാപന രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ അനുവദിച്ചതിൽ കർത്താവിന് എല്ലാ മഹത്വവും ഇന്ന് രാത്രിയിൽ അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ ദീർഘമേറിയ സമയം എൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഇല്ലാത്തത് കൊണ്ട് വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഇന്ന് രാത്രി പേര് പറഞ്ഞ് ഉദ്ധരിച്ച് അവരുമായിട്ടുള്ള എൻ്റെ ബന്ധം, കഴിഞ്ഞ നാളുകളിൽ സഹകരിച്ച സഹകരണങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അത് വിശദീകരിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുന്നില്ല. 1980 പ്രാരംഭത്തിൽ മുളക്കഴ ബൈബിൾ കോളേജിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച് അതിനുശേഷം ചില നാളുകൾ ഈ പ്രദേശത്ത് ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷയിലായിരുന്നതിനു ശേഷം 85 ഈ ദേശം വിട്ടുപോയി. ഏകദേശം 26 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവസഭയുടെ ഒരു കൺവെൻഷനിൽ സംബന്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. കഴിഞ്ഞ 26 വർഷങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, പ്രധാനപ്പെട്ട ദൈവദാസൻ മുതൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, മുൻനിരയിലും പിൻനിരയിലും നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, ഈ പന്തലിൽ എൻ്റെ വാക്കുകൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വന്ദനം ചെയ്യുന്നു. പുറകാലെ ഞാൻ ഇത് വിട്ടുപോയെങ്കിൽ അതൊരു മോശമാണ്. അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. 2010 മെയ് മാസത്തിൽ കടന്നുപോയ ജീവിതത്തിന്റെ വ്യഥയുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം കുഞ്ഞപ്പി അവരുകൾ ദൈവസഭകളെ അറിയിച്ച് എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭയോട്, ദൈവമക്കളോട്, ദൈവദാസന്മാരോട് എല്ലാവരോടും നന്ദി ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നലെ മാത്രം പ്രവർത്തിച്ച ദൈവമല്ല, ഇന്നും പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സൗഖ്യമാക്കിയെന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അതേ യേശുവിന് ഇന്ന് രാത്രിയിലും നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1980 പ്രാരംഭങ്ങളിൽ മുളക്കട ബൈബിൾ സ്കൂളിൽ ഞാൻ ദൈവവചനം പഠിച്ച് ഓരോ ദിവസവും വൈകിട്ട് പരസ്യ യോഗങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, എന്റെ സാക്ഷ്യം പ്രകാരം ഞാൻ 1-2 വാക്കുകളിൽ ഓർപ്പിക്കാം. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയുവാനുള്ള ഒരു ദൂത്, ഈ പന്തലിലായിരിക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് വരുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൺവെൻഷന്റെ ചിന്താവിഷയമായ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വചനം നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ദൈവകൃപ അനുഭവിച്ച് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനെ സേവിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവത്തിന്റെ വരവിനു വേണ്ടി നോക്കി പാർക്കുന്ന തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നടക്കുന്ന കൺവെൻഷൻ നമ്മുടെ പ്രത്യാശ പുതുക്കുന്നതിന്, കർത്താവിന്റെ വരവിനു വേണ്ടി നമ്മെ ഒരു പ്രാവശ്യം കൂടെ ഒരുക്കുന്നതിന് ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനൊരു സ്തോത്രം. ഞാൻ 1-2 ചില വാക്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കാൻ. 2010 അപ്രതീക്ഷിതമായ ഒരു സന്ദർഭത്തിൽ ഞാൻ സാധാരണ ഒരു ഡോക്ടറെ അടുക്കൽ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പോയപ്പോൾ
അവിടെ നടന്ന ടെസ്റ്റിൽ കൂടി അവരെന്നോട് ഓർപ്പിച്ചു, എനിക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടെന്ന്. അങ്ങനെ അവിടെ ആ ഡയഗ്നോസ് കേട്ട് ആ ഡോക്ടറെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അതേ ഡോക്ടർ തന്നെ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന് മാത്രമല്ല, ഇതൊരു വല്ലാത്ത തരം ക്യാൻസറാണ്, ചികിത്സിച്ചാൽ സൗഖ്യമാകുവാൻ അസാധ്യമായ തരത്തിലുള്ളൊരു ക്യാൻസറാണെന്ന് ഓർപ്പിച്ചു. അല്പമായ പ്രയാസങ്ങൾ ആ സമയത്തുണ്ടായെങ്കിലും ഞാൻ പല വേദികളിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം പ്രാരംഭത്തിൽ അല്പം പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും എന്റെ മനസ്സിലുള്ള ഭയത്തെ, ഭീതിയെ കീഴ്പ്പെടുത്തി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, എല്ലാം ശുഭകരമായി പര്യവസാനിക്കും. ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഒന്നിനെ കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ്, അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. വളരെ വിശദമായിട്ട് ഓർപ്പിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം വിശദീകരിച്ച് ഇന്ന് രാത്രി ഓർപ്പിക്കുവാനായിട്ട് എന്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. നാം ഇങ്ങനെ പാടാറുണ്ടല്ലോ, നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയുടെ മുമ്പിൽ കർത്തൻ വരും. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം ഞാനിവിടെ പ്രസ്താവിക്കുമ്പോൾ എന്നെ രക്ഷിച്ചവനായി സൗഖ്യമാക്കിയവനായ യേശുവിനെ കുറിച്ച് ഇന്ന് രാത്രി ഈ പന്തലിൽ ഞാനിവിടെ പ്രസ്താവിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രയാസങ്ങളിൽ കൂടി, ഭാരങ്ങളിൽ കൂടി, തീരാവ്യാധികളിൽ കൂടി ലോകം നിങ്ങളോട് പറഞ്ഞു ഇനിയും ഒന്നും സാധ്യമല്ലെന്ന് നിങ്ങളോട് പറഞ്ഞാലും ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കല്ലറയുടെ അടുക്കൽ വന്ന എന്റെ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് വന്ന് രാത്രിയിൽ 2 വാക്യം എന്നോട് സംസാരിച്ചു. ആ 2 വാക്യങ്ങൾ യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്ന് രാത്രി എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വാക്യം 103-ാം സങ്കീർത്തനത്തിന് 3-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു. അറിയാവുന്ന വാക്യമാണെങ്കിലും അന്ന് രാത്രിയിൽ ആ ശബ്ദം ഞാൻ എന്റെ കാതുകളിൽ കേട്ടു. ദൈവം ഇങ്ങനെ എന്നോട് സംസാരിച്ചു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന് ദൈവം എന്നോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞാൻ ദൈവസേനയിൽ ഒരു വിടുതൽ വേണ്ടി പ്രാർത്ഥിച്ചു. ധാരാളം ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എന്റെ സഭ ഈസ്റ്റ് ഡാളസ് ചർച്ച് ഓഫ് ഗോഡ്, അവിടെയുള്ള ദൈവമക്കൾ ദൈവ വിവരങ്ങൾ അറിഞ്ഞ് ധാരാളം പേർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. നിരാശയുടെ വാക്കുകൾ പലരും പറഞ്ഞു. ചിലർ വിളിച്ചിട്ട് ചോദിച്ചു, ഏത് സ്റ്റേജിലാണ് ക്യാൻസർ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാൻസറിന് പല സ്റ്റേജുകളുണ്ട്. ചില സ്റ്റേജുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ല. ഞാൻ പറഞ്ഞു, സ്റ്റേജ് എല്ലാം നല്ലതാണ്, ദൈവത്തിന് സ്തോത്രം, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സ്തോത്രം എല്ലാവരെയും എൻകറേജ് ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിനൊരു സ്തോത്രം. എന്നാൽ ഈ വാക്യം ഞാൻ ഉദ്ധരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അനേകരോട് രോഗസൗഖ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ്, രോഗസൗഖ്യത്തിന് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇനിയും ഒരാൾ വന്നിട്ട് എന്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഇനിയും ഈ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കണം എന്ന് ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. എന്റെ ആവശ്യം ഇങ്ങനെയായിരുന്നു, ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് ലോകം വിധി എഴുതിയപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ആഗ്രഹം ഇതാണ്, കർത്താവേ, നീ ഒരു ദൂതനെ അയച്ചിട്ട് എന്നെ തൊട്ടിട്ട് എന്നോട് പറയണം ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതത്തിന്റെ പ്രാരംഭ വിഷയങ്ങളിൽ ഓരോ ദിവസവും രാവിലെയും രാത്രിയിലും ഇതേ പ്രാർത്ഥന തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, നീ ഒരു ദൂതനെ അയച്ച് എന്നെ തൊട്ടിട്ട് എന്നോട് പറയണം നീ എന്നെ സൗഖ്യമാക്കിയെന്ന്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ക്യാൻസർ വന്നതുകൊണ്ട് ഞാൻ നിരാശപ്പെട്ടില്ല, കരഞ്ഞില്ല. ഒരുപോലെ കണ്ണുപോലെ
ക്യാൻസറിന്റെ പേരിൽ ഞാൻ ഒഴുക്കിയില്ലെന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരയുവാനായിട്ട് ദൈവം എനിക്ക് അവസരം നൽകി. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരയുന്ന ദൈവജനത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. ഈ പന്തലിലായിരിക്കും നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് രാത്രി ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ന് രാത്രി സൗഖ്യമാകുവാൻ കഴിയും. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ വ്യാപരിക്കുന്നത് കൊണ്ട് എന്റെ യേശു നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടുകൂടി ആരിന്ന് രാത്രി ഈ പന്തലിലായിരിക്കുമോ നിങ്ങളിലേക്ക് ഈ ശക്തി വ്യാപരിച്ചിട്ട് ഇന്ന് രാത്രി നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ യേശു സൗഖ്യമാക്കുന്ന ദൈവം. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഇന്ന് രാത്രി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, വളരെ ദീർഘമേറിയ ഒരു സാക്ഷ്യമാണ്. സമയത്തിന്റെ ദൈർഘ്യം എന്നെ അതിന് ദീർഘിപ്പിക്കുവാനായിട്ട് അനുവദിക്കുന്നില്ലെങ്കിലും ചുരുക്കി ഞാൻ ഓർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ചില നേഴ്സുമാർ ഇങ്ങനെ പറഞ്ഞു, മറ്റ് നേഴ്സുമാരോട് പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു, we have a good patient in this room, we need to take care. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നല്ല രോഗി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ നമുക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ക്യാൻസർ പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നവര് പറയാൻ നല്ല രോഗിയാണ്. ഒരു കേട്ടിട്ടുണ്ട് ആരെങ്കിലും? രോഗം വന്നാലേ അഴുക്കാം. ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ചിലർ പറയുന്നത് ഇതൊരു നല്ല രോഗിയാണ്. ഞാൻ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെയും പുറവെറുക്കാതെ, അവിടെയും ഒന്നും പറയാതെ എല്ലാവരോടും, നഴ്സുമാരോടും ഡോക്ടർമാരോടും ഒക്കെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ദൈവത്തെ കുറിച്ച് സാക്ഷിക്കാൻ ദൈവം എനിക്ക് ഹോസ്പിറ്റലിൽ അവസരം നൽകി. അങ്ങനെ പ്രാർത്ഥിച്ച് ദിനംതോറും പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചിലപ്പോൾ ചോദിച്ച, കർത്താവേ, ആഴ്ചകളായി മാസങ്ങളായി ഒരു ദൂതൻ കടന്നു വന്ന് തൊട്ട് സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകുന്നില്ല, ദൂതനും വരുന്നില്ല, സൗഖ്യവും ഉണ്ടാകുന്നില്ല, എന്താണ് കാരണമെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് എന്നെ പിന്നെയും ഉദ്ബോധിപ്പിച്ച ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പ്രാരംഭ കാലങ്ങളിലേക്ക് പോയി. ഞാൻ ദൈവസനെ ഇങ്ങനെ ചിന്തിച്ച്, എന്തെങ്കിലും മറഞ്ഞു കിടക്കുന്നതായി, ക്ഷമിക്കപ്പെടാത്തതായ പാപങ്ങൾ, കുറവുകൾ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിച്ച് അതിനെയെല്ലാം ഏറ്റുപറഞ്ഞ് പിന്നെയും ഒരു ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി ഞാനിങ്ങനെ വഴിയൊരുക്കി കൊടുത്ത് പിന്നെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ലാസറിന്റെ കല്ലറയ്ക്കൽ കടന്നു വന്ന കർത്താവ്, ഹല്ലേലൂയ, ലാസറേ പുറത്തു വരിക എന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, നമുക്കിന്ന് രാത്രി വിളിച്ചു പറയുവാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിലെ ലാസർ ഇന്ന് രാത്രി മരിച്ചു കിടക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ലാസറുമാർ ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ആ ലാസറിനോട് പറയുവാൻ നിനക്ക് കഴിയണം, ലാസറേ നീ പുറത്തു വരിക, രോഗമേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞ യേശുവിന്റെ ശബ്ദം, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ശബ്ദം ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടി വിളിച്ചു പറയുവാൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ രോഗത്തിന്മേൽ നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിന്റെ ലാസർ ഇന്ന് രാത്രിയിൽ പുറത്തു വരുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. 4 ദിവസമാകട്ടെ, ലോകമെന്നും പറയട്ടെ, എന്നാൽ ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ഇന്നിന്റെ ദൈവം കൂടിയാണ്. അവൻ ഇന്നലെയുടെ ദൈവം മാത്രമല്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ദീർഘനേറിയ ദുഃഖത്തിലും ഭാരത്തിലും അനേക പ്രിയപ്പെട്ടവർ കടന്നുപോയി. എന്റെ സാക്ഷ്യത്തിന്റെ സമാപന ഭാഗങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ ഓർപ്പിച്ച ഭാഗം അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മെയ് മാസം മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എല്ലാം കഴിഞ്ഞുപോയി, സൗഖ്യമുണ്ടായില്ല, ദൈവദൂതൻ വെളിപ്പെട്ടില്ല. എന്നാൽ സെപ്റ്റംബർ മാസത്തിന്റെ അവസാനം ഒരു ദിവസം രാത്രിയിൽ, ഒരു ദിവസം വൈകിട്ട് ഞാൻ ഭവനത്തിൽ ഇങ്ങനെ വിശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഒരു ദിവസത്തിന്റെ സായാഹ്ന വേള എന്റെ ശരീരത്തിൽ അല്പമല്ലാത്ത വേദന ആരംഭിക്കാനായിട്ട് തുടങ്ങി. എന്റെ സ്പൈനൽ കോഡിൽ
ശക്തമായിട്ടുള്ള വേദന അങ്ങോട്ട് ആരംഭിച്ചിട്ട് സമയങ്ങൾ കഴിയും തോറും 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി ഇങ്ങനെ സമയം മുൻപോട്ട് പോകുന്തോറും വേദനയുടെ ആധിക്യം കൂടി ഇരിക്കുവാൻ കഴിയാതെ, നിൽക്കുവാൻ കഴിയാതെ, കിടക്കുവാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, ശ്വാസം വിടാൻ കഴിയാതെ വേദന അങ്ങോട്ട് വർദ്ധിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അന്ന് രാത്രിയിൽ ഭാരപ്പെട്ടു. അന്ന് വൈകിട്ട് എൻ്റെ ഭാര്യ ജോലിക്ക് കടന്നു പോയപ്പോൾ ഞാൻ പറഞ്ഞു, അല്പമായ വേദനയുണ്ട് എങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അന്ന് രാത്രി പിശാചിനോട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നാളെ രാവിലെ അവൾ മടങ്ങി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നിന്റെ ശവശരീരം ഈ ബെഡിൽ കിടക്കുന്നത് അവൾ കാണും എന്ന് എൻ്റെ മനസ്സിൽ പിശാച് മന്ത്രിച്ചു. ഒരു സമയത്തേക്ക് ഞാനും അത് ചിന്തിച്ചു. കാരണം അന്ന് രാത്രി ഞാൻ എൻ്റെ ഭാര്യയെ മടക്കി വിളിച്ചില്ല. എന്നാൽ ഞാനും അങ്ങനെ ചിന്തിച്ചു പോയി, സ്തോത്രം, ഒരു പക്ഷെങ്കിൽ നാളെ രാവിലെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ കട്ടിലിൽ എൻ്റെ ജീവനറ്റ ശരീരം കാണും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും അധൈര്യപ്പെടാതെ, സംശയിക്കാതെ ഞാൻ ഒരു വിധത്തിൽ എൻ്റെ കട്ടിൽ കയറി. സ്തോത്രം, എൻ്റെ ബാക്ക് ബോൺ മുതൽ എൻ്റെ തലയിൽ, എൻ്റെ തലച്ചോറ് വരെ വേദനയുടെ ആധിക്യം മുഖാന്തരമായിട്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നിൽക്കുവാൻ കഴിയാതെ, ഇരിക്കുവാൻ കഴിയാതെ, ശ്വാസം വിടാൻ കഴിയാതെ ഒരു വിധത്തിൽ എൻ്റെ കട്ടിലിൽ കയറി കിടന്ന് നിശ്ചലനായിട്ട് കിടന്ന് ഞാൻ ശ്വാസം വിടുമ്പോൾ എൻ്റെ മസ്തിഷ്കത്തിൽ വലിയ ഡ്രം അടിക്കുന്നത് പോലെയുള്ള ശബ്ദത്തോടു കൂടി ആ വേദന ഞാൻ അനുഭവിച്ചറിഞ്ഞ അന്ന് രാത്രിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അന്ന് രാത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ 4 മാസമായിട്ട് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഒരു ദൂതൻ കടന്നു വന്ന് സൗഖ്യമാക്കുവാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടും ഇന്ന് വരെ സൗഖ്യമുണ്ടായില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് രാത്രി ഞാനായിരിക്കുന്നത് ഒരു വഴിത്തിരിവിലാണ്. എങ്ങോട്ടും തിരിയാൻ കഴിയാത്ത, എങ്ങോട്ടും മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഞാൻ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെയുള്ള ഒരു അത്ഭുതം ഇന്ന് രാത്രി തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്നെ കിടക്കയിൽ കിടന്ന് കണ്ണുനീരൊഴുക്കി ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. അങ്ങനെ ദീർഘമേറിയ സമയങ്ങൾ ഞാൻ എൻ്റെ കട്ടിലിൽ കിടന്ന് എങ്ങനെയോ ഞാൻ നിദ്രയിൽ പ്രവേശിച്ചു. അങ്ങനെ നിദ്രയിൽ പ്രവേശിച്ച് കിടന്നപ്പോൾ രാത്രിയിൽ 12 മണിയായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദർശനത്തിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആ ദർശനം എന്ന് പറയുന്നത് എന്റെ കഴിഞ്ഞ 4-5 മാസത്തെ പ്രാർത്ഥനയുടെ മറുപടിയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിരാശയുടെ ഈ ആഴങ്ങളിൽ, സ്തോത്രം, ജീവിതത്തിന്റെ അന്ത്യ ദിവസം എന്ന് ചിന്തിച്ച് അന്ന് രാത്രിയിൽ ദൈവാത്മാവിനെ ഇങ്ങനെ കാണിച്ചു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഞാൻ ഇറങ്ങി കിടന്നിരുന്ന കട്ടിലിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കട്ടിലിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് തന്റെ വലതുകരം എന്റെ തോളിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദർശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അന്ന് രാത്രി കാണിച്ചു. അതോടുകൂടി ചില ദർശനങ്ങൾ കൂടി കർത്താവിനെ കാണിച്ചു. എന്നാൽ ഈ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, പെട്ടെന്ന് ഉണർന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന വേദന എവിടെ പോയെന്നറിയത്തില്ല. യെശയ്യാ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നൽകുന്ന ദൈവം അന്ന് രാത്രി എന്റെ വേദന എടുത്തു മാറ്റി. അന്ന് രാത്രി കർത്താവിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിച്ചാൽ അതിന് മറുപടിയുണ്ട്, കരഞ്ഞാൽ മറുപടിയുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടു കൂടി ആര് പ്രാർത്ഥിക്കുമോ, വിശ്വാസത്തോടു കൂടി ആര് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സൗഖ്യമാക്കപ്പെട്ട യേശുവിന്റെ അത്ഭുത ശക്തിയാൽ വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആർക്കെങ്കിലും സംശയമുണ്ടോ?
നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിന്നെ വഴിത്തലക്കൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ, നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല, നിന്നെ കൈവിടുന്ന ദൈവമല്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം മറന്നാലും, ലോകം മറന്നാലും, വൈദ്യന്മാർ മറന്നാലും, മരുന്നുകൾ നിന്നെ ഉപേക്ഷിച്ചാലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഇവിടെ ഉയർത്തുന്ന എന്റെ യേശു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായ ദൈവം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. ഇതിന്റെ നടുവിൽ മറ്റൊന്നനേക സംഭവങ്ങൾ ഉണ്ടായി, അനേക അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. എങ്കിലും ഞാൻ ഇന്ന് രാത്രി അതെല്ലാം വിശദീകരിച്ച് ഇവിടെ സമയമെടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. ദൈവനെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ട് ചില ദർശനങ്ങൾ കൂടി കർത്താവിനെ കാണിച്ചു. കർത്താവിനെ ആ കിടക്കയിൽ നിന്ന് ഈ ദൂതൻ വന്ന് എൻ്റെ കൈ പിടിച്ച് എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ രോഗിയായി കിടക്കുന്ന ഒരാളിനെ ഈ ദൂതൻ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദർശനം. അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ഒരു ദൂത് പറഞ്ഞ് ആ ദൂതൻ എന്നെ വിട്ടേച്ച് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആരുടെയും പുറകെ പ്രോഗ്രാമിന് പോകത്തില്ല. എന്നാൽ എവിടെ കർത്താവ് ഒരു അവസരം തന്നാലും എന്നെ രക്ഷിച്ച് സൗഖ്യമാക്കിയ ദൈവത്തെ ഞാൻ ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും ഹാനോക്കിനെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് വിവരിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ഹാനോക്ക് ജനിച്ച അവന്റെ ജീവിതത്തിന്റെ സാഹചര്യം, അവൻ നടന്നതായ വഴികളെ കുറിച്ച് സംക്ഷിപ്തമായിട്ടുള്ളൊരു വിവരണം കർത്താവ് ദൈവവചനത്തിൽ കൂടി നമുക്ക് നൽകി. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട് അവനെ ദൈവം എടുത്തു എന്ന് നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലും അതേ ധ്വനി തന്നെ നമുക്ക് ലഭിക്കുകയാണ്. യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ കർത്താവ് 1000 വിശുദ്ധന്മാരുമായിട്ട് വരുന്നു. ഇതിന്റെ വേദശാസ്ത്രപരമായിട്ടുള്ള കർത്താവിന്റെ വരവിന്റെ വ്യത്യസ്തമായിട്ട് അനുഭവങ്ങളെ കുറിച്ചൊന്നും ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുവാൻ സമയമെടുക്കുന്നില്ല. അതിനൊക്കെ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട്. എന്നാൽ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഓർപ്പിക്കാനായിട്ടുള്ളത്, നാം നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രത്യാശ പുരുഷനായ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹാനോക്കിന്റെ കാലം എന്ന് പറയുന്നത് പോലെ ദൈവവചനം പറയുമ്പോൾ ഇന്നും ഹാനോക്കിന്റെ കാലം പോലെയുള്ള ഒരു കാലഘട്ടമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഹാനോക്കിന്റെ കാലത്ത് 2 വംശങ്ങൾ ജീവിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു വംശം അന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു വംശവും അന്നുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും അനേകരെ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാതിരിക്കുമ്പോൾ ഒരു കൂട്ടം പാവപ്പെട്ട ദൈവമക്കൾ യേശു വരുമെന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ആ കുഞ്ഞാട് എത്രയും പെട്ടെന്ന് തന്റെ കാന്തയെ ചേർക്കുവാൻ വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി, ആ പ്രതീക്ഷയോടുകൂടി, വിശുദ്ധി നഷ്ടപ്പെടാതെ, വേർപാട് നഷ്ടപ്പെടാതെ, ഈ ലോകത്തിന്റെ കളങ്കങ്ങൾ ഒന്നുമേൽക്കാതെ കർത്താവിന്റെ വരവിനു വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുവാനുള്ളത്, കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുങ്ങണം. ദൈവവചനത്തിന്റെ ദൂതെന്ന് പറയുന്നത് എപ്പോഴും വളരെ നല്ല ദൂതാണ്. എന്നാൽ അവിടെയും എന്തുണ്ടെന്നറിയാമോ? ചില ശക്തമേറിയ ദൂതുകൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു രക്ഷിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവൻ ന്യായം വിധിക്കുന്ന ദൈവം കൂടിയാണ്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ
ഒരു ദിവസം നാം എല്ലാവരും നിൽക്കേണ്ടി വരും. Praise the Lord. Hallelujah. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പന്തലിൽ അത് വാരി വിളമ്പിയതാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്തോടു കൂടി നടക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ പഠിച്ചു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കേണ്ട, ഒരു ദൈവ പൈതലിന്റെ ദൈവത്തോടു കൂടിയുള്ള നടപ്പ് ആരംഭിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? സ്തോത്രം. ഒരു കുഞ്ഞ് ജനിച്ച് ചില മാസങ്ങൾ കഴിയുമ്പോൾ പിച്ച വെച്ച് നടക്കുന്നത് പോലെ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ദൈവമായിട്ടുള്ള നടപ്പ് ആരംഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. Enoch was experienced the saving power of Jesus Christ. ദൈവവചനത്തിൽ രക്ഷയവൻ പ്രാപിച്ചെന്ന് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഹാനോക്ക് ദൈവത്തിന്റെ രക്ഷിക്കുന്ന കൃപ അനുഭവിച്ച ഒരുവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തോട് കൂടെ നടന്നത്. അതാണ് ഞാൻ ഓർപ്പിച്ച ഒരു ദൈവ പൈതൽ. അവൻ ദൈവത്തോട് കൂടി നടക്കുവാൻ ആരംഭിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ദൈവത്തോട് കൂടി നടക്കുന്നത് എങ്ങനെയാണെന്ന് അവൻ പഠിക്കുകയാണ്. ഇന്ന് രാത്രി ഈ പന്തലിൽ ഈ മൈക്കിന്റെ ശബ്ദത്തിൽ കൂടി ആരെങ്കിലും എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവർ ഇന്നുവരെയും യേശുവുമായിട്ടുള്ള യാത്ര നീ ആരംഭിച്ചിട്ടില്ലെങ്കിൽ, ഇന്നുവരെയും യേശുവുമായിട്ടുള്ള ഒരു യാത്ര നീ ആരംഭിച്ചിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യട്ടെ, യേശുവിൽ കൂടിയുള്ള രക്ഷ നിങ്ങൾ അനുഭവിക്കണം. ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെടുകയില്ല എന്നുള്ള ദൂത് ഇന്ന് രാത്രി ഞാൻ ശക്തമായിട്ട് വിളിച്ചു പറയട്ടെ. Praise the Lord. Hallelujah. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ അറിഞ്ഞു, അവൻ ദൈവത്തെയും അറിഞ്ഞു. Praise the Lord. Hallelujah. ഇന്ന് കൂടെ നടക്കുന്ന പലരെയും ദൈവം അറിയാതിരിക്കുമ്പോൾ, കഴിഞ്ഞ രാത്രിയിലാണെന്ന് തോന്നുന്നൊരു ദൈവദാസൻ ഇവിടെ ഇങ്ങനെ ഓർപ്പിച്ചല്ലോ. സ്തോത്രം. മണവാട്ടി 10 കന്യകമാർ, സ്തോത്രം 5 പേർ ഒരുക്കമില്ലാതിരുന്നവർ കർത്താവിനെ എതിരേൽക്കുവാൻ എണ്ണയുമായി ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. Praise the Lord. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന്റെ പേരിൽ ധാരാളം മിനിസ്ട്രികൾ നടക്കുന്നുണ്ട്. കർത്താവിന്റെ പേരിൽ ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ദൈവം പറയുന്നത് അറിയാമോ? പലതും മേളി രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് പലതും നടക്കും. പക്ഷേ സ്തോത്രം, ഓർത്തുകൊള്ളണം, കർത്താവിന്റെ സന്നിധിയിൽ അവിടെ അറിവൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതെല്ലാം പരാജയമാണ്. Praise the Lord. Hallelujah. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവം അറിയണമെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവം അറിയണമെങ്കിൽ, സ്തോത്രം, ദൈവവചനം ഇങ്ങനെ പറയാണ്, ഹാനോക്ക് ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞത് മാത്രമല്ല, ദൈവവും ഹാനോക്കിനെ അറിഞ്ഞു. ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ അറിയണം. ദൈവം നാം ആരാണെന്ന് ദൈവം അറിയണം. ആ ദൈവത്തെ അറിയുന്നത് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ബന്ധം കൊണ്ടാണ്. Praise the Lord. Hallelujah. ദൈവം ഹാനോക്കിനെ എടുത്തുകൊള്ളപ്പെട്ടതിനാൽ അവൻ കാണാതെയായി എന്ന് ഞാൻ ദൈവവചനം ഇങ്ങനെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അധികം താമസമില്ല. Praise the Lord. ഹാനോക്ക് മരണം കാണാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ, നമുക്കും ഈ തലമുറയിൽ അതിനൊരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മരണം കൂടാതെ ഹാനോക്കിനെ പോലെ ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വന്നാൽ, ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വന്നാൽ, ഈ ദിവസങ്ങളിൽ കർത്താവ് വന്നാൽ, മരണം കൂടാതെ കല്ലറയിൽ അടക്കാതെ, ഹല്ലേലൂയ, ഒരു ശവസംസ്കാരം നിനക്കില്ലാതെ നിനക്ക് കർത്താവിനോടുകൂടെ പോകുവാൻ കഴിയും എന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവം അതിനുള്ള ഭാഗ്യം നമുക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ ആ ഭാഗ്യം ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നു? ഈ തലമുറയിൽ മരണം കൂടാതെ, കല്ലറ കൂടാതെ,
ഒരു ശവസംസ്കാരം കൂടാതെ എന്റെ യേശുവിന്റെ രാജ്യത്തിൽ ചെല്ലുവാൻ എനിക്ക് അവസരം ഉണ്ടാകുന്നെങ്കിൽ ഹല്ലേലൂയ, അതേക്കാൾ വലിയ ഒരു കാര്യമില്ല ദൈവത്തിന്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹാനോക്ക് എടുത്തുകൊള്ളപ്പെട്ടതിനാൽ അവനെ കാണാതെ. ഞാനിങ്ങനെ ചിന്തിക്കുന്ന അനേകര് ഹാനോക്കിനെ തിരക്കിപ്പോയെന്ന് വന്നേക്കാം. എന്നാൽ സ്തോത്രം, ദൈവവചനം പറയുന്നു ദൈവം അവനെ എടുത്തുകൊള്ളപ്പെട്ടതിനാൽ കാണാതെ. ആര് പോയി നോക്കിയിട്ടും, എവിടെയെല്ലാം പോയി നോക്കിയിട്ടും ഹാനോക്കിനെ കാണാനില്ല. സ്തോത്രം, ദൈവമക്കളെ നോക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തോട് കൂടെ നടന്നവൻ അധികം താമസമിനെ ഈ ലോകത്തിൽ മിസ്സാകാൻ പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരുമില്ല, ഇവിടെ ഓർപ്പിച്ചതുപോലെ ബന്ധക്കോസുകാരെല്ലാവരുമല്ല. യേശുവിനോട് കൂടി നടക്കുന്നവർ അവന്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ, ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ആയിരിക്കുന്ന പൈതങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ആയിരിക്കുന്ന ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ വരവിൽ നീ എടുക്കപ്പെട്ടാൽ, നിന്റെ മാതാവോ പിതാവോ നിന്റെ ഭർത്താവോ ഭാര്യയോ നിന്റെ മക്കളോ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിന്നെ തിരക്കി നടക്കുന്ന ഒരു കാലമുണ്ട്. ദൈവസഭ ഈ ലോകത്തിൽ മാറ്റപ്പെടാൻ പോകുകയാണ്. ദൈവസഭ ഈ ലോകത്തിൽ എടുക്കപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. അമ്മയെ നോക്കി നടക്കുന്ന ഒരു കാലം ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്ന ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ തന്നെത്താൻ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വാക്കുകളെ ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒരു സമയം പറഞ്ഞാൽ അതിൽ കൂടുതൽ എടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു സമാപനമായിട്ട് ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മടങ്ങി വരവിന്റെ ദൂത് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ചുറ്റുപാടുള്ളവരോട്, യേശുവിനെ അറിയാത്തവരോട്, യേശുവിനെ രക്ഷിക്കുന്ന കൃപ അനുഭവിക്കാത്തവരോട് ഈ ദൂത് വിളിച്ചു പറയുവാൻ, ഈ ശബ്ദം വിളിച്ചു പറയുവാൻ, ഈ തിരുവല്ല കൺവെൻഷനും മാത്രമല്ല, നാം ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മെ രക്ഷിച്ചവനായ, നമ്മെ വീണ്ടെടുത്തവനായ കാൽവരി ക്രൂശിൽ തന്റെ യോമന കുമാരനെ നമുക്ക് വേണ്ടി യാഗമാക്കിയ ദൈവം, ആ ദൈവത്തെ ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാൻ, വിളിച്ചു കാണിക്കുവാൻ, ചൂണ്ടിക്കാണിക്കുവാൻ ഇന്ത്യ ദൈവസഭയിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും, എല്ലാ ദൈവമക്കൾക്കും, എല്ലാ വിശ്വാസികൾക്കും കർത്താവ് അതിനുവേണ്ട ധൈര്യവും കൃപയും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ പരമേൽപ്പിച്ചതായ ഒരു കാര്യം കൂടെ 1-2 മിനിറ്റിൽ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, സ്തോത്രം, ദൈവം എന്നോട് പറഞ്ഞിട്ട് എവിടെ പോയാലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഈ പന്തലിലുണ്ട്. എത്ര പേർക്ക് അത് അനുഭവിക്കുവാൻ കഴിയും? ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ആ കുരുടനായ മനുഷ്യൻ യേശുവിനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. അവൻ വിളിച്ചത് ഇതുപോലെ വളരെ ഉച്ചത്തിലാണ് വിളിച്ചത്. ഇന്ന് രാത്രിയിൽ ഈ പന്തലിലിരിക്കുന്നവർ അതുപോലെ ഉച്ചത്തിൽ നിലവിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയുക, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ഇന്ന് രാത്രി ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവർക്കും 1-2 നിമിഷം ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാനൊരു രോഗശാന്തി വരവുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി ആരിൽ കൂടിയും പ്രവർത്തിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഇവിടെ രോഗശാന്തി വരെ പ്രാർത്ഥന ആവശ്യമില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ പന്തലിലായിരിക്കുന്ന രോഗികളായിരിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, രോഗം തള്ളിയവർ, ഈ ലോകം തള്ളിയ എല്ലാ ദൈവമക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ പന്തലിൽ യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം നടന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ, സൗഖ്യമാകുവാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ നാമം അടികളിൽ കൂടി മഹത്വപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യും. ഈ മീറ്റിംഗിനെ തുടർന്നും അനുഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ.
സമയം അനുവദിച്ച ദൈവദാസന്മാരോടുള്ള നന്ദി, ശേഷം കുഞ്ഞുപാസ്റ്ററോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കും.